നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനു നേരെയുള്ള ട്രംപിന്റെ ഹോർമൂസ് അന്ത്യശാസനം അവസാനിക്കാൻ ഇനി 24 മണിക്കൂറിൽ താഴെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഒരു രാത്രി കൊണ്ട് അമേരിക്കയ്ക്ക് മുഴുവൻ ഇറാനെയും തകർക്കാൻ കഴിയുമെന്ന് തിങ്കളാഴ്ച US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആ രാത്രി ചൊവ്വാഴ്ച വൈകുന്നേരമാകാം. ഇറാൻ ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാലോ, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ പരാജയപ്പെട്ടാലോ, ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്. പിന്നാലെയാണ് ട്രംപിന്റെ സമയപരിധി അവസാനിക്കുന്ന കൃത്യമായ പരാമർശിക്കുന്ന ഒരു പോസ്റ്റ് വന്നത്. ചൊവ്വാഴ്ച കിഴക്കൻ സമയം രാത്രി 8 മണിക്ക്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ സമയപരിധി അതിവേഗം അടുക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ അസാധാരണമായ ഒരു നടപടി സ്വീകരിച്ചു. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല രൂപീകരിക്കാൻ യുവാക്കളോട് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഒരു വീഡിയോയിൽ ഇറാന്റെ കായിക യുവജന മന്ത്രാലയം ചൊവ്വാഴ്ച, അതായത് ഏപ്രിൽ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് നിർണായക വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപം ഒത്തുകൂടാൻ വിദ്യാർത്ഥികളോടും കായിക താരങ്ങളോടും കലാകാരന്മാരോടും അഭ്യർത്ഥിച്ചു. ഇറാനിലെ യുവാക്കളിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത് എന്ന് റഹീമി പറയുന്നു. യുവാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രവർത്തനം രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പവർ പ്ലാന്റുകൾക്ക് ചുറ്റും ഒരു മനുഷ്യ വലയം അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല രൂപീകരിക്കണമെന്ന് നിരവധി സർവകലാശാല യുവാക്കൾ, യുവകലാകാരന്മാർ, യുവജന സംഘടനകൾ എന്നിവർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ നിരസിച്ചുകൊണ്ട് യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതോടുകൂടി എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടുത്തുമെന്ന ഇറാനെതിരായ ഭീഷണി ട്രംപ് വർദ്ധിപ്പിച്ചു. ഇറാന് അമേരിക്കൻ നേതാവ് മുമ്പ് അന്ത്യശാസനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് പിന്മാറാനുള്ള വഴികൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഇത്തവണ അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ട പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പറഞ്ഞു. ഇറാനിലെ എല്ലാ പാലങ്ങളും നാളെ രാത്രി 12 മണിയോടെ നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ വൈദ്യുത നിലയങ്ങളും കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ വരും. ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള IRNA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള 10 പോയിന്റ് പദ്ധതി ടെഹ്റാന് തള്ളിക്കളഞ്ഞു. ഇതിനിടെയാണ് ടെഹ്റാൻ ഇരട്ട എഞ്ചിൻ 2 സീറ്റുകളുള്ള ഇന്റർഡിക്ഷൻ ഫൈറ്റർ ജെറ്റായ F-15E സ്ട്രൈക്ക് ഈഗിൾ വെടിവെച്ചിട്ടതിനെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ കാണാതായ വ്യോമസേന ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നതിനായി അമേരിക്കൻ സൈന്യം അമേരിക്കയിൽ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തിയത്. എന്നാൽ ഇതിനെ വില കുറച്ചു കാണാനുള്ള ശ്രമമായിരുന്നു ഇറാൻ നടത്തിയത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഖായി ഈ രക്ഷാപ്രവർത്തനത്തെ സമ്പുഷ്ടമായ യുറേനിയം മോഷ്ടിക്കാനുള്ള ഒരു വഞ്ചനാപരമായ പ്രവർത്തനമായിരുന്നു എന്ന് ദൗത്യത്തെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങളും അനിശ്ചിതത്വങ്ങളും ഉണ്ടെന്നും പറഞ്ഞു. ടെഹ്റാനിൽ 400 മുതൽ 450 കിലോഗ്രാം വരെ സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് കാരണമാകും. സമ്പുഷ്ടീകരിച്ച യുറേനിയം വേർതിരിച്ചെടുക്കുന്നതിനായി ഇറാനിൽ ഒരു കര നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആലോചിക്കുന്നതായി കഴിഞ്ഞ ആഴ്ച വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി ഈ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ഉപദേശകരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന് ആണവ വസ്തുക്കൾ കൈവശം വെക്കാൻ കഴിയില്ല എന്ന് ട്രംപ് തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളോട് സൂചിപ്പിച്ചു. ചർച്ചാ മേശയിൽ ടെഹ്റാൻ അത് കൈമാറാൻ വിസമ്മതിച്ചാൽ ബലപ്രയോഗത്തിലൂടെ അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിരുന്നു. ഏപ്രിൽ 3 ഇരട്ട എഞ്ചിനും 2 സീറ്റുകളുമുള്ള ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന ഇന്റർഡിക്ഷൻ ഫൈറ്റർ ജെറ്റ് തെക്കു പടിഞ്ഞാറൻ ഇറാന് മുകളിൽ തകർന്നു വീണു. ജെറ്റ് ഇടിച്ചതിന് തൊട്ടു പിന്നാലെ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ കണ്ടെത്തി. പക്ഷേ ആയുധ സംവിധാനം ഓഫീസറിനായുള്ള തെരച്ചിൽ 2 ദിവസം നീണ്ടുനിന്നു. ഇസഫാൻ പ്രവിശ്യയുടെ തെക്ക് ഭാഗത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് US-ന് ഏകദേശം $500 മില്യൺ ചെലവായി. ഈ ഓപ്പറേഷനിൽ A-10 തണ്ടർബോൾട്ട് 2 ജെറ്റുകൾ, MC-130J കമാൻഡോ 2 വിമാനങ്ങൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ, MQ-9 റീപ്പർ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ആസ്തികളെ വിന്യസിച്ചു. അവയിൽ പലതും ദൗത്യത്തിനിടെ നശിപ്പിക്കപ്പെട്ടു. C-130 ഹോർക്കുലീസ് വിമാനങ്ങളും H-60 ഹെലികോപ്റ്ററുകളും ഇറാനിൽ വ്യോമ അതിർത്തിയിലേക്ക് ഉന്നത സൈനികരെ കൊണ്ടുപോയി. തുടർന്ന് ഇരുട്ടിന്റെ മറവിൽ ഒരു ഉന്നത ഗ്രൗണ്ട് ടീമിനെ വിന്യസിച്ചു.
പരിക്കേറ്റ വ്യോമസേനക്കാരൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറാനിയൻ സൈനികരെ അകറ്റി നിർത്താൻ US സേന ബോംബുകളും കവർ ഫയറുകളും ഉപയോഗിച്ചു. വ്യോമസേന രംഗത്തിന് പരിക്കേറ്റെങ്കിലും സുഖമായിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. അതിനിടെയാണ് ട്രംപ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഒരു അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ അടുത്തിടെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ അമേരിക്കൻ സർക്കാരിനുള്ള ഒരു ചാരൻ ഉണ്ടാകാനുള്ള സാധ്യത ട്രംപ് പ്രകടിപ്പിക്കുന്നു. ആ ചാരനെ കണ്ടെത്താൻ തന്റെ ഭരണകൂടം വളരെ കഠിനമായി പരിശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ അജ്ഞാത വ്യക്തി സെൻസിറ്റീവ് അമേരിക്കൻ രക്ഷാപ്രവർത്തനത്തെയും തന്റെ US F-15 ഈ രാജ്യത്തിന് മുകളിൽ വെടിവെച്ച് വീഴ്ത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം ഇറാന്റെ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ ദുരിതത്തിലായ ആയുധ സംവിധാനം ഉദ്യോഗസ്ഥനെയും അപകടത്തിലാക്കിയെന്ന് അവകാശപ്പെടുന്നു. അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ US സൈന്യം തിരയുന്നുണ്ട് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ അവരുടെ ഉറവിടങ്ങൾ വെളിപ്പെടുത്തിയില്ല എങ്കിൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ആ കഥ പറഞ്ഞയാൾ അത് പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകും, അത് അധികകാലം നിലനിൽക്കില്ല, അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് പത്രപ്രവർത്തകന്റെയോ വാർത്താ സംഘടനയുടെയോ പേര് വെളിപ്പെടുത്തിയില്ല എങ്കിലും തകർന്ന F-15E പൈലറ്റിനെ രക്ഷപ്പെടുത്തുന്നതിന് ശേഷം വളരെ രഹസ്യമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച ഇറാനിയൻ സേനയ്ക്ക് രണ്ടാമത്തെ US സർവീസ് സംഘത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹം പറയുന്നു. ട്രംപ് ഒരു പ്രത്യേക മാധ്യമത്തെയും പരാമർശിച്ചില്ല. എന്നിരുന്നാലും ന്യൂയോർക്ക് ടൈംസ്, ഫോക്സ് ന്യൂസ്, ആക്സിയോസ് എന്നിവയുൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ശത്രുരേഖകൾക്ക് പിന്നിൽ നിന്ന് ആയുധ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ US ഏറ്റെടുത്ത ഓപ്പറേഷന്റെ വ്യാപ്തി ട്രംപ് വിവരിച്ചു. അതിൽ 155 വിമാനങ്ങൾ ഉൾപ്പെടുന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അതിൽ 4 ബോംബറുകൾ, 64 യുദ്ധവിമാനങ്ങൾ, 48 ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ, 13 രക്ഷാ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇറാനിയൻ സേനയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും അവർ കാണാതായ ക്രൂ അംഗത്തെ തിരയുന്നുണ്ടെന്നും US പ്രസിഡന്റ് പറഞ്ഞു. വ്യോമസേന അംഗത്തിന് ധാരാളം രക്തസ്രവം ഉണ്ടായിരുന്നുവെന്നും പക്ഷേ പർവ്വത പ്രദേശങ്ങൾ കയറാനും തന്റെ സ്ഥാനം അറിയിക്കാൻ അമേരിക്കൻ സേനയുമായി ബന്ധപ്പെടാനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും നേതാവ് പറയുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം ഇറാൻ തുടരുകയാണ്. ഷാർജയിലെ ഗോർഫഖാൻ തുറമുഖം ലക്ഷ്യമിട്ട് ഇറാൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിന് സമീപമാണ് മിസൈൽ പതിച്ചത്. സംഭവത്തിൽ ആളപായമില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി. കൂടാതെ അബുദാബിയിലെ ബുറാജ് പെട്രോ കെമിക്കൽ പ്ലാന്റിലും ബഹ്റൈനിലെ ഗൾഫ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനിയുടെയും ബാബ്കോ ഏജൻസിന്റെയും കേന്ദ്രങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാനിലെ ബുഷെഹർ പ്ലാന്റിന്റെ ആക്രമണം ഗൾഫ് മേഖലയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഏകദേശം 2,50,000 ജനസംഖ്യയുള്ള ഈ ബുഷെഹർ ഇറാനിയൻ തലസ്ഥാനത്തേക്കാണ് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവയുമായി വളരെ അടുത്താണ്. ഇവർക്ക് പ്രകൃതിദത്ത ജലശേഖരം വളരെ കുറവാണ്. കൂടാതെ 18 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു. അവരുടെ കുടിവെള്ള വിതരണം ഗൾഫിൽ നിന്ന് എടുക്കുന്ന ഉപ്പുവെള്ളം നീക്കം ചെയ്തതാണ്. ഇതിനു പുറമെ പ്ലാന്റിന്റെ എളുപ്പത്തിൽ പ്രഹരിക്കാവുന്ന ഭൂഗർഭ റിയാക്ടർ രൂപകൽപ്പനയെക്കുറിച്ച് IAEAയും വിദഗ്ധരും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഒരു റിയാക്ടറിലോ ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലോ ഒരു ആക്രമണം ഉണ്ടായാൽ റേഡിയോളജിക്കൽ കണക്കിൽ പ്രത്യേകിച്ച് അപകടകരമായ ഐസോടോപ്പ് Cesium 137 അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടും. സാട്രോസ് പർവ്വതനിരകൾ വടക്കു പടിഞ്ഞാറൻ കാറ്റുമായി ചേർന്ന് ബുഷഹറിന് വടക്ക് സൃഷ്ടിക്കുന്ന കവചം വീഴ്ച കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് ഒഴുകാൻ ഇടയാകും. ആഘാത മേഖലയിലെ ഭക്ഷണം, മണ്ണ്, വെള്ളം എന്നിവ പതിറ്റാണ്ടുകളോളം മാലിന്യമായിരിക്കും. ഉടനടി ഉണ്ടാകുന്ന ഫലം പൊള്ളലും മരണവുമായിരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുമെന്നും ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.